ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. ആക്ച്വലി നമ്മളെ യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ മെയിനായിട്ടും ലേഡീസ് ഓഡിയൻസിനെ എന്താ പറയുക, അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് വീഡിയോസ് ഇടാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി ഫോർ ലേഡീസ് ആണ്. ജെൻസിനും യൂസ് ചെയ്യാം. ആക്ച്വലി നമ്മൾ ലേഡീസ് ഒട്ടും തന്നെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് സെൽഫ് കെയറും സെൽഫ് ലവും. പക്ഷെ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒരുപക്ഷെ കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും. സെൽഫ് ലവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. നമ്മളെ തന്നെ കെയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള ആരോഗ്യമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ചിന്താശേഷിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മളെ കെയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെയും കെയർ ചെയ്യാൻ പറ്റില്ല. അതൊരു ബാധ്യത ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് സെൽഫ് കെയർ ചെയ്യണം. ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്ത് സെൽഫ് കെയർ ചെയ്യണ്ട. ഇന്ന് ഞാൻ ചെറിയൊരു കാര്യം പറയാം. നമ്മൾ ഹെയറിൽ നമ്മൾ ഡാൻഡ്രഫ് വരുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അത് തേക്കും, ഇത് തേക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷെ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ട് അമ്മൂമ്മമാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർ പറഞ്ഞു തന്നിട്ടുള്ള അല്ല അവർ ചെയ്തിട്ടുള്ള ചെറിയൊരു ടിപ്പാണിത്. ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് യൂസ് ചെയ്യാം. മാത്രമല്ല മുടി വളർച്ചയ്ക്കും നല്ലതാണ്. ഒരുപാട് തഴച്ച് വളരും അല്ലെങ്കിൽ ഒരുപാട് പനങ്കുല പോലെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത്യാവശ്യം മുടി ലെങ്ത് വെക്കാനൊക്കെ നല്ലൊരു ടിപ്പാണിത്. അപ്പൊ നമുക്ക് ആ ടിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയാണ്. ഞാൻ പറയാതെ തന്നെ കറിവേപ്പിലയ്ക്കും കുഞ്ഞുള്ളിക്കും നമ്മുടെ മുടി വളർച്ചയ്ക്കുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡെയിലി ആണ് തേക്കുന്നതെന്നുണ്ടെങ്കിൽ അന്നത്തേക്കുള്ള എണ്ണ മാത്രം എടുത്താൽ മതി. നല്ല കാച്ചിയല്ല, നല്ല വെളിച്ചെണ്ണയാണ്, ആട്ടിയ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുഞ്ഞുള്ളിയും പിന്നെ അതുപോലെ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വറുത്ത് മാറ്റുക. അപ്പോൾ തെളിഞ്ഞു വരുന്ന എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ചെറു ചൂടോടുകൂടി വേണം ഇത് തലയിലേക്ക് തേക്കാനായിട്ട്. ഡാൻഡ്രഫിന് മാത്രമല്ല നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് മുടി നല്ലപോലെ ജട കളഞ്ഞിട്ട് വകച്ചിലെടുത്ത് ഓരോ ഇതിലേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഈ ചൂടോടുകൂടി തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും, അതുപോലെ മുടി വളർച്ചയ്ക്കും നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിവിടെ കുഞ്ഞുള്ളി എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞുള്ളി നമ്മുടെ മുടി വളർച്ചയ്ക്ക്, മുടി നല്ല കരുത്തോടെ വളരാനും അതുപോലെ തന്നെ ജീവനുള്ള മുടി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമ്മുടെ മുടിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറും കുഞ്ഞുള്ളി യൂസ് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ കറിവേപ്പില ആണെങ്കിൽ മുടിയുടെ ലെങ്ത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കറിവേപ്പില. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മസാജ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ആ ഒരു എന്താ പറയുക അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ കുഞ്ഞുള്ളിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത മുടിയായിരിക്കും നമുക്ക് നമ്മുടെ മുടിയുടെ ടെക്സ്ചറും അതുപോലെ കളറും മാറും. നല്ല കറുത്ത മുടി നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കുറേ നേരമൊന്നും വെക്കണ്ട. നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അത് വെച്ചിട്ട് നമുക്കത് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. വാഷ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഷാമ്പു വെച്ച് വാഷ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തലയിൽ തേച്ചിട്ട് അത് വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ യൂസ് ചെയ്ത് വാഷ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ അതുപോലെ ചെറുപറുപൊടിയോ ഉണ്ടെങ്കിൽ അത് വെച്ച് തല വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. ആ എണ്ണമയമൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ടിപ്പ്? കൊള്ളാം അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പം വീണ്ടും കാണാം. ബൈ.